തിരുവനന്തപുരം ശംഖുമുഖം കടൽത്തീരത്ത് ശുചീകരണ പ്രവർത്തനവുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്. ദേശീയ യുവജന ദിനത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ശംഖുമുഖം കടൽത്തീരത്ത് വലിയൊരു ക്ലീനിംഗ് ക്യാമ്പയിൻ നടക്കുകയാണ്. നാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായാണ് ഈ ക്ലീനിംഗ് ക്യാമ്പയിൻ ഇപ്പോൾ നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം മേയർ വി രാജേഷ് ആണ്. എന്തായാലും വി രാജേഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു യുവാക്കളുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ ഈ ഒരു ക്ലീനിംഗിന്റെ ഭാഗമായി ഉണ്ട്. ഗുഡ് മോർണിംഗ് രാജേഷ്, എങ്ങനെയുണ്ട് ഈ ഒരു ക്ലീനിംഗിന്റെ ഭാഗമായി വരുന്നത്? തീർച്ചയായിട്ടും വിവേകാനന്ദ ജയന്തി ദിനത്തിൽ ഇത്തരത്തിലൊരു പരിപാടി ചെയ്യുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാക്കുവാൻ വേണ്ടി കൂടുതൽ ഗുണം ചെയ്തു. വിവിധ കോളേജുകളിൽ നിന്ന് വന്നിട്ടുള്ള NSSന്റെ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ള കുട്ടികളാണ്. ഇതുപോലെ നൂറുകണക്കിന് സ്ഥലങ്ങൾ, നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തെ ദൈനംദിനമുള്ള മുന്നേറ്റത്തിൽ ഇക്കാര്യങ്ങൾ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങൾ നടന്ന കോർപ്പറേഷനാക്കി മാറ്റുന്ന യത്നത്തിലാണ് ഞങ്ങൾ. 100 കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം ഗവർണർ രാജ്ഭവനിൽ വളരെ ക്രിയാത്മകമായി 2 മണിക്കൂർ നീണ്ടുന്ന ചർച്ച, എല്ലാ കൗൺസിലർമാരും ഇടപെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഗവർണർ, എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു ഗവർണറുടെ ഉൾപ്പെടെ സഹായം, മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ സഹായം ഒരു കോർപ്പറേഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ഉണ്ടാക്കാൻ പോകുന്ന റിസൾട്ട് ചെറുതല്ല. ക്ലീനിംഗ് നടക്കട്ടെ. നാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി NSS വോളണ്ടിയേഴ്സിന്റെ കൂടി സഹായത്തിലാണ് ഈ ഒരു ക്ലീനിംഗ് ക്യാമ്പയിൻ നടക്കുന്നത്. തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് മാത്രമല്ല, തിരുവനന്തപുരം